പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെ ഓരോരുത്തരെയും വാരിപ്പുണർന്ന് താൽപര്യപൂർവ്വം പരിപാലിച്ച് അങ്ങയുടെ കണ്ണിൽ ഉണ്ണിയായി സംരക്ഷിക്കുന്നവനെ, അങ്ങയെ ഞങ്ങൾ ഈ സുപ്രഭാതത്തിൽ ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. കൃതജ്ഞതയുടെ, നന്ദിയുടെ ഈരടികൾ ആലപിക്കുന്നു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിച്ച് വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ ഈ രാത്രിയില്, കഴിഞ്ഞ രാത്രിയില് ഞങ്ങളെ സംരക്ഷിച്ച നല്ല തമ്പുരാനെ, അങ്ങേക്ക് എപ്രകാരം നന്ദി പറയും. അങ്ങയെ കാണുവാനും വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ എല്ലാം ദർശിക്കുവാനും ഈ സുപ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ സുപ്രഭാതം, ഈ ദിവസം അങ്ങേക്ക് സ്തുതിയുടെ, കൃതജ്ഞതയുടെ, ആരാധനയുടെ, നന്ദിയുടെ ഈരടികൾ ആലപിച്ചുകൊണ്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി സ്വർഗസ്ഥനായ പിതാവിനെ ആബാ പിതാവേ എന്ന് വിളിച്ചുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് പാടാം. പരിശുദ്ധാത്മാവേ, നീയേഴും നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിൻ ആശ വീശുന്ന മോഹന ദിവ്യ ഗാനമേ. പരിശുദ്ധാത്മാവേ, നീയെഴും നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.
വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ സുപ്രഭാതത്തില്, ഈ അനുഗ്രഹത്തിന്റെ ഈ നിമിഷത്തില് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുവാൻ നാം പരിശ്രമിക്കുകയാണ്. അതൊരു മറ്റൊന്നുമല്ല, ഞാൻ ഒരു ക്രൈസ്തവനാണോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ പലർക്കും വിഷമം തോന്നും. ഇങ്ങനെ ചിന്തിച്ചിട്ട് ആവശ്യമുണ്ടോ? കാരണം ചെറുപ്പത്തിലെ തന്നെ മാമോദിസ സ്വീകരിച്ചു, സ്ഥൈര്യലേപനം സ്വീകരിച്ചു, മറ്റു കൂദാശകൾ നമ്മൾ സ്വീകരിച്ചു. പാടുള്ളപ്പോഴൊക്കെ, പറ്റുന്ന വിധത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ജപമാല കുടുംബത്തിൽ ഒന്നിച്ചു ചൊല്ലുന്നു. വിശേഷ ദിവസങ്ങളിലെ, കടമുള്ള ദിവസങ്ങളില് ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ സംബന്ധിക്കുന്നു. അതുപോലെ പ്രായശ്ചിത്ത പ്രവൃത്തികളും പറ്റുന്ന സഹായങ്ങളും നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയില് നമ്മൾ ക്രൈസ്തവരാണോ എന്ന് ചോദിക്കുന്നതിന് പ്രസക്തി എന്തുണ്ട് എന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഞാനും നിങ്ങളും മാമോദിസ സ്വീകരിച്ചപ്പോൾ നമുക്ക് വേണ്ടി നമ്മളെ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും പുരോഹിതൻ ചോദിച്ചു, പിശാചിനെയും അവന്റെ ആഘോഷങ്ങളെ ഉപേക്ഷിക്കുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് വേണ്ടി നമ്മളുടെ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും നമുക്ക് വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ വിശ്വാസം ഏറ്റു പറഞ്ഞു. ഇവിടെ ഉള്ള പ്രശ്നം ഇതാണ്. നമുക്ക് പ്രായമായി പക്വതികളായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ക്രൈസ്തവരെന്ന് നാം അഭിമാനിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തില് ഈ വിശ്വാസം ഏറ്റുപറയുവാൻ പിശാചിനെയും അവന്റെ ആഘോഷങ്ങളെയും ഉപേക്ഷിക്കുന്നു എന്ന് പറയുവാൻ, അതുപോലെ തന്നെ ഈ ലോകത്തെ മുഴുവനും കാവലായി, കരുതലായി, കരുണയായി കാത്തുപരിപാലിക്കുന്ന സ്നേഹമുള്ള ഒരു അപ്പച്ചൻ, സ്നേഹമുള്ള ഒരു പിതാവ് എനിക്ക് ഉണ്ട് എന്ന് ആത്മാർത്ഥതയോടുകൂടി, വിശ്വാസത്തോടുകൂടി പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നില്ലേ? അതാണ് നമ്മുടെ ചിന്തയ്ക്ക് കൊണ്ടുവരേണ്ടത്. നമ്മുടെ ജീവിതത്തില് നീറുന്ന നൂറ് പ്രശ്നങ്ങൾ കൂനുമേൽ കുരു പോലെ ഒന്നിനു പിറകെ മറ്റൊന്നായി സംഭവിക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-28 വാക്യത്തിൽ പറയുന്നത് പോലെ, അല്ലെ അദ്ദേഹം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെയാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി. പലപ്പോഴും നമ്മുടെ മനസ്സുകള്
നമ്മുടെ ചിന്തകള്, നമ്മുടെ വാക്കുകള് നേരെ എതിരായി പോകുന്നില്ലേ? നാം അറിയാതെ തന്നെ പാടിപ്പോകുന്നില്ലേ? അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാര പരപ്പതിൽ അന്ധനാര്, മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ പൈതൃകം, ആ വിശ്വാസത്തിന്റെ ആ നിധി പലപ്പോഴും ഞാനും നിങ്ങളും കളഞ്ഞു കുളിച്ചിട്ടില്ലേ? എന്റെ തമ്പുരാൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കാതെ പോയ നിമിഷങ്ങളില്ലേ? ദിവ്യനാഥൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുമ്പോൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്തവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് പറഞ്ഞപ്പോൾ ദിവ്യനാഥന്റെ ദിവ്യ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന നീമഞ്ഞരും പണ്ഡിതന്മാരും പരീക്ഷയിലും യഹൂദ പ്രമാണികളും എന്താണ് ചെയ്തത്? ഈ വാക്കുകൾ കഠിനമാകുന്നു, ഇവൻ തച്ചന്റെ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോരുത്തരായി അവിടുത്തെ ഉപേക്ഷിച്ചു പോയപ്പോൾ യേശുനാഥൻ സ്ത്രീകന്മാരോട് താൻ തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരോട് ചോദിക്കുകയാണ്, നിങ്ങളും പോകുന്നില്ലേ? ഉടനെ പത്രോസിനെ എന്താണ് പറഞ്ഞത്? ജീവന്റെ വചസ്സുകൾ അവിടുത്തെ പക്കലുണ്ട്, പിന്നെ ഞങ്ങൾ എവിടെ പോകും? പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പറയുവാൻ നമുക്ക് സാധിച്ചാൽ, ഞാനൊരു ക്രൈസ്തവനാണ്, ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്? അപ്പോൾ അവര് പറഞ്ഞു, ചിലർ സ്നാപയോഗ്യനാനെന്ന്, വേറെ ചില പ്രവാചകന്മാരിൽ ഒരുവനെന്ന്, വേറെ ചിലർ പറഞ്ഞു ഏലിയ എന്ന്. എന്നാൽ കർത്താവ് ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെയും വിശുദ്ധ പത്രോസ്ലീഹ പറയുകയാണ്, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന്. ഇത് നമുക്ക് പറയുവാൻ സാധിച്ചാൽ നമ്മൾ ക്രൈസ്തവരാണ്. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ അദ്ദേഹം എന്താണ് പറഞ്ഞത്? കർത്താവിന്റെ തിരുവിലാവിൽ, ആ തിരുമുറിവിൽ അദ്ദേഹം സ്പർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന്. ഇതുപോലെ നമുക്ക് പറയുവാൻ സാധിക്കുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. നമ്മളൊക്കെ വെറും ഉപരിവിപ്ലവാത്മകമായിട്ട് നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കുന്നു. ഉദാഹരണത്തിന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാള് നമ്മുടെ കൊച്ചു കേരളത്തില് എല്ലായിടത്തും ആഘോഷമായിട്ട് അമ്പെഴുന്നള്ളിക്കുന്നു. നല്ല കാര്യമാണ്. പക്ഷേ അദ്ദേഹം എന്തിനു വേണ്ടി ജീവിച്ചുവോ ആ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാണോ? ആ വിശ്വാസത്തിന്റെ പ്രതീകമാണ് അമ്പ്. അത് ഞാനും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ? ഒന്നാമതായി ഞാൻ കർത്താവിന്റെ പടയാളി, അതിനുശേഷം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പടയാളി എന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന് പറയുവാൻ സാധിച്ചതുപോലെ എനിക്കും നിങ്ങൾക്ക് പറയുവാൻ സാധിച്ചാൽ നമ്മൾ ക്രൈസ്തവരാണ്. വിശുദ്ധ മരിയാഗോരീത്തിയുടെ അടുക്കലേക്ക് അലക്സാണ്ടർ പാപം ചെയ്യുവാനായിട്ട്, ലൈംഗിക സുഖങ്ങൾ അനുഭവിക്കുവാനായിട്ട് ആരുമില്ലാത്ത അവസരത്തില് അവളുടെ വീട്ടിൽ വന്നപ്പോൾ മരിയാഗോരീത്തി എന്താണ് പറഞ്ഞത്? അലക്സാണ്ടർ, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്ന്. അതിന് പരിണിതപരമായിട്ട് മരിയാഗോരീത്തി രക്തം വാർന്ന് മരിക്കുകയാണ് ചെയ്തത്.
അതാണ് വിശ്വാസത്തിന്റെ തെളിവ്. വിശുദ്ധ തോമസ് മൂർ ഹെൻറി എട്ടാമനോട് പറഞ്ഞു, നിനക്ക് നിയമപ്രകാരം ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ വേറൊരു സ്ത്രീയെ, നിന്റെ കൊട്ടാരത്തിലുള്ളവളെ നീ ഭാര്യയായി സ്വീകരിക്കാൻ പാടില്ല എന്ന് ചങ്കൂറ്റത്തോട് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് പീഡനമാണ്. കയറിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ്. തോമസ് മോറിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, രാജാവ് എത്ര പേരെ വെച്ചോട്ട് നമുക്കെന്ത് കാര്യം, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. ഉടനെ ചോദിക്കുകയാണ്, എത്ര നാൾ? വീരോചിതമായി ജീവിച്ച വിശുദ്ധ തോമസ് മൂർ, വിശുദ്ധ മരിയ ഗൊരേത്തി. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ക്രൈസ്തവന്റെ സവിശേഷത എന്ന് പറയുന്നത്. നെൽസൺ മണ്ടേല വർഷങ്ങളോളം ജയിലിൽ കടന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടി. ആ ജയിലിലെ ആ ഗേറ്റ് മുഴുവനായി തുറന്നിട്ടു. ഉടനെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് പ്രിയമുള്ളവരെ, അത് മറ്റൊന്നുമല്ല, ഇതാ എനിക്കായി ഈ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു, പക്ഷേ എന്നെ ജയിലിൽ അടച്ചവരോട് ഞാൻ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് സത്യസന്ധമായി ഞാൻ ക്ഷമിക്കുന്നില്ല എങ്കിൽ ഞാൻ ജയിലിൽ തന്നെയാണ് എന്ന്. ഇതാണ് ക്രൈസ്തവന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഓറീസയിലെ കാണ്ടമാനില് നമുക്കറിയാം, 2 പ്രായം ചെന്നവരെ 2 കുഴികൾ കുഴിച്ച് അവിടെ കഴുത്തുവരെ മണ്ണിട്ട് മൂടിയതിനു ശേഷം ബെദ്നഗർ അവിടെ വന്ന് ചോദിക്കുന്നവർ ചോദ്യമുണ്ട്, നിങ്ങൾ ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കുന്നുവോ എന്ന്. ഉടനെ അവരില് 2 പേര് പറഞ്ഞ് ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കുന്നു, ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല എന്ന്. അപ്പോൾ ആദ്യത്തെ ആ പേരപ്പന്റെ തലയിലേക്ക് വലിയൊരു കല്ലെടുത്തിടുകയാണ്. തല ചിതറിപ്പോകുന്നു പ്രിയമുള്ളവരെ. രണ്ടാമത്തെ പേരപ്പന്റെ അടുത്ത് വന്നപ്പോൾ പേരപ്പൻ എന്താണ് പറഞ്ഞത്? ഞാൻ എന്റെ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുകയില്ല, നിങ്ങൾ ഇതാ എന്റെ അടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇതാ ചിതറിക്കപ്പെട്ടു രക്തസാക്ഷിയായി, ഞാനുമായ അദ്ദേഹത്തെ പോലെ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്കൊരു കാര്യം, നിങ്ങൾ എന്നെ വധിക്കരുമുണ്ട്, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, അതിനോട് അവസരം നൽകണം. അദ്ദേഹം പ്രാർത്ഥിക്കാണ്, ദൈവമേ അങ്ങയുടെ സമുദ്രത്തിലേക്ക് ഞാൻ വരാൻ പോകുകയാണ്, എന്നെ കഠോരമായി ഭയാനകമായി ഭീതികരമായ വിധത്തിൽ കല്ലുകൊണ്ട് എന്നെ കൊല്ലുവാൻ പോകുന്ന ഈ സഹോദരനെയും അനുഗ്രഹിക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് വിശ്വാസത്തിന്റെ ആ കാതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു രക്തസാക്ഷിത്വമാണ്, അതൊരു മാർച്ചിടമാണ്. കാരണം നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ബദലായ ഒരു ജീവിതമാണ്. നാടോടുമ്പോൾ നടുവോടുന്നതല്ല, പാമ്പ് തിന്നുന്ന നാട്ടിൽ ചെല്ലുന്ന നടുമുറി തിന്നുക എന്ന് പറയുന്നത് അല്ല വിശ്വാസം. പ്രത്യുത സ്വയം ഹോമിക്കുവാൻ, ആ സനാതന മൂല്യങ്ങൾക്ക്, സുവിശേഷ മൂല്യങ്ങൾക്ക് യഥാർത്ഥമായ വിധത്തില് മുറുകെ പിടിച്ചുകൊണ്ട് അത് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തിൽ വളരുവാൻ, നല്ലൊരു ക്രൈസ്തവരായി ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം
ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാ ഇമ്പമായി ധരണിയാകെ ആബാപിതാവേ സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ക്രൈസ്തവ ജീവിതത്തിലെ മാധുര്യം എടുത്തു കാണിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനും അതിനുവേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിക്കുന്ന നമ്മുടെ പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിന്റെ ഓരോ കുർബാനയിലും പ്രഭാത കുർബാനയില് അദ്ദേഹം നൽകുന്ന ഓരോ സന്ദേശത്തിലും ആ വിശ്വാസത്തിന്റെ സവിശേഷത, ആ ക്രൈസ്തവ ജീവിതത്തിന്റെ മനോഹാരിത, അത് അനുഭവപ്പെടുന്ന പീഡകൾക്ക് ലഭിക്കുന്ന ആ കൃപകള്, ഇതിനെക്കുറിച്ചൊക്കെ എത്രയോ മനോഹരമായ ഈടുറ്റ ചിന്തനീയമായ ചിന്തകളാണ് പരിശുദ്ധ പിതാവ് നൽകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ എപ്പോഴും താങ്കം തണ്ടനുമായി പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഊടും ഭാവവുമായി നിൽക്കുന്ന കർദിനാൾമാര്, മെത്രാപ്പൊലീത്തമാര്, മെത്രാന്മാര്, അഭിഷിക്തര്, സന്യാസികള്, അൽമായ പ്രേക്ഷിതര്, അതെ, അവരെല്ലാവരും കൂടി ഇതാണ് ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഞങ്ങൾ മാമോദിസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, മറ്റു കൂദാശകളിലൂടെ ദൈവോത്തര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. കൂദാശകളിലൂടെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, ആരാധനയിലൂടെയെല്ലാം അങ്ങയുടെ മഹത്വം മനസ്സിലാക്കുവാനും ആ ക്രിസ്തീയ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുവാനും ഒരു ക്രിസ്ത്യാനി എന്നതിനെ അഭിമാനിക്കുവാനും അങ്ങ് ഞങ്ങളെ തയ്യാറാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതേസമയം ഞങ്ങളുടെ വിശ്വാസക്കുറവിനെയും പ്രാർത്ഥനാക്കുറവിനെയും ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് എന്നും ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ പൗത്രീകരിക്കണമേ. അങ്ങനെ ആ നല്ല ക്രൈസ്തവ ജീവിതത്തിന്റെ വക്താക്കളായി തീർന്നുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസ സഭയായ CMI സഭയുടെ സ്ഥാപക പിതാക്കന്മാരിൽ പ്രമുഖനായ വിശുദ്ധ ചാവറ പിതാവ് പ്രാർത്ഥിച്ചതുപോലെ ആ മരണാസന്നനായി കേൾക്കുന്ന അവസരത്തിൽ എന്നെ മാമോദിസായിൽ എനിക്ക് ലഭിച്ച വെള്ളവസ്ത്രം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്കും ഒരു ക്രൈസ്തവനായി ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ ആ സന്തോഷത്തോടെ മരിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് വാങ്ങിത്തരുവാൻ സകല വിശുദ്ധാത്മാക്കളെ, പ്രത്യേകിച്ചും വിശുദ്ധ ചാവറ പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ.
സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി ആത്മാവിൻ കീർത്തിക്കയല്ലോ നാഥ ആഴികളങ്ങേ മഹത്വം അമ്പരമേഘങ്ങളെല്ലാം തൂകും ആശീസിൻ കുമാരി നീലേ ആശീസിൻ കുമാരി നീലേ സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി ആരാധ്യനങ്ങേ സമക്ഷം താനേ ആകുലഭാവങ്ങൾ നീങ്ങും ആത്മീയ ലോകം തുറക്കുന്നാഥ അങ്ങേ പ്രസാദം നിതാന്തം അങ്ങേ പ്രസാദം നിതാന്തം സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി നമുക്ക് ആ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ, ഒരു ക്രൈസ്തവനായി ജീവിക്കുവാൻ, ആരാധനയുടെ വ്യക്തികളായി മാറുവാൻ, ആ സ്നേഹത്തിന്റെ ഒരു സമൂഹമായി, ആരാധനയുടെ ഒരു സമൂഹമായി വളർന്നു വരുവാൻ വേണ്ടി കൃപയ്ക്ക് നമുക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സഹവർത്തിത്വവും ജീവനാഥന്റെ തിരുരക്തത്താൽ മുദ്രിതമായ നമ്മെ എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഞാനൊരു ക്രൈസ്തവനാണ് എന്നതിൽ അഭിമാനം കൊള്ളാം. വേദനകളും കഷ്ടപ്പാടുകളും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. നഷ്ടധൈര്യരാകാതെ അഭിമാനത്തോടെ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ദൈവം ഈ ദിവസം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു.